അട്ടപ്പാടിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. രേവതി അനിൽകുമാർ ദമ്പതികളുടെ 7 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത്. ശ്രീജിത്തെ, ഈ ഗർഭാവസ്ഥയിൽ 7-ാം മാസത്തിലുള്ള കുഞ്ഞ് മരിച്ചു. അതിനുള്ള കാരണം എന്താണ്? അമ്മയ്ക്ക് പോഷകാഹാരക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മുൻപ് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നോ? നിലവിൽ അങ്ങനെ ഒന്നും തന്നെ ആശുപത്രി അധികൃതർ വിവരം നൽകുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അഗളിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇവർ ചികിത്സ തേടിയിരുന്നത്. അവിടുത്തെ ചികിത്സയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ തീർത്തും അവശ നിലയിലേക്ക് പോവുകയായിരുന്നു ഈ രേവതി. അട്ടപ്പാടി അഗളി ഭൂതവഴി ഊരിലെ ദമ്പതികളാണ് ഇവർ. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ കുഞ്ഞ് മരിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത്. പുറത്തെടുത്തപ്പോഴേക്കും കുഞ്ഞ് മരണം സംഭവിച്ചിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ച് പോലും അന്വേഷണം നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം എന്തായിരുന്നു കാരണം, ഈ തൂക്കക്കുറവ് ഉണ്ടായിരുന്നോ, പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നോ എന്നതിന് അക്കാര്യത്തെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഒരു വിവരം ലഭിച്ചാൽ മാത്രമേ മറ്റെന്തെങ്കിലും സംഭവം ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ബുധവടി ഊരിലെ രേവതിയുടെ 7 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചു എന്നൊരു വാർത്ത മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അത് അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളുടെ കണക്കിലേക്ക് പെടുത്താൻ ഇതുവരെ നമുക്ക് കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.